വിദേശ രാജ്യങ്ങളിൽ വിസ വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ ഏജന്റ് ഒളിവിൽ പോയി. നിരവധി പരാതികളെ തുടർന്ന് പോലീസ് ട്രാവൽ ഏജൻസി അടച്ചുപൂട്ടി. കൂട്ടിക്കൽ SBI ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഓർക്കിഡ് കൺസൾട്ടൻസിയാണ് നിരവധി ആളുകളുടെ പരാതിയെ തുടർന്ന് മുണ്ടക്കയം പോലീസ് അടച്ചുപൂട്ടിയത്. കൂട്ടിക്കൽ പാലക്കുന്നേൽ അനീഷ് ഉമറിന്റെ ഉടമസ്ഥതയിൽ ഏറെ നാളായി വിവിധ പേരുകളിലായി പ്രവർത്തിച്ചു വന്നിരുന്ന ട്രാവൽ ഏജൻസിയാണ് ഇപ്പോൾ വിസ തട്ടിപ്പിന്റെ പേരിൽ പൂട്ടുവീണിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞാണ് 4 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വാങ്ങി വിസ നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാത്തതിനെ തുടർന്ന് പരാതി ഉയർന്നതോടെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. കറുകച്ചാൽ, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, പെരുവന്താനം, കോഴിക്കോട്, കല്ലറ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് എത്തിയിരിക്കുന്നത്. വീടും സ്വർണവും മറ്റും വിൽപ്പന നടത്തിയും പണയപ്പെടുത്തിയും പണം നൽകിയ പലരും ഇപ്പോൾ ഇയാൾ മുങ്ങിയതോടെ വെട്ടിലായിരിക്കുകയാണ്. മുൻപ് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു വിസ വാഗ്ദാനം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞായിരുന്നു പണം വാങ്ങിയിരുന്നത്. കൂലിവേലക്കാരായ നിരവധി പേർ വിദേശ ജോലി സ്വപ്നം കണ്ട് ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. 6 മാസത്തെ കാലാവധി പറഞ്ഞ പണം വാങ്ങുകയും കാലാവധി കഴിഞ്ഞിട്ടും വിസയും പണവും ഇല്ലാതെ വന്നതോടെ പലരും പോലീസിൽ സമീപിക്കുകയുമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായിരുന്ന അനീഷ് ഉമർ പല പരിപാടികളുടെയും പ്രധാന സ്പോൺസർഷിപ്പായും പ്രവർത്തിച്ചു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിശ്വാസത്തിനും ഇടയാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തുന്നത്. കൂട്ടിക്കൽ, വെമ്പിളി, പാലൂർക്കാവ്, കറുകച്ചാൽ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം തുടങ്ങി പരിസര പ്രദേശങ്ങളിലുള്ളവരും വിസയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. കൂട്ടിക്കൽ താമസക്കാരനായ ഒരാൾ വീട് പണയപ്പെടുത്തിയാണ് പണം നൽകിയിരുന്നത്. കോഴിക്കോട് സ്വദേശിക്ക് വിസ ലഭിക്കാത്തതിനെ തുടർന്ന് അവിടെ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് അവിടെ വിളിച്ചു വരുത്തിയതായും പിന്നീട് വിട്ടയച്ചതായും പറയുന്നു. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ട്രാവൽ ഏജൻസി പ്രവർത്തിക്കുന്നില്ല. ഉടമ ഒളിവിൽ പോയത് അറിഞ്ഞ് എത്തുന്നവരുടെയും പോലീസിനെ സമീപിക്കുന്ന പരാതിക്കാരുടെ എണ്ണവും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. മുൻപ് കൂട്ടിക്കൽ ടൗണിൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സഫിയ ട്രാവൽസിന്റെ ഫ്രാഞ്ചൈസിയായാണ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനെ തുടർന്ന് നിർത്തുകയും തനിയ ഈ സേവന കേന്ദ്രമായി വീണ്ടും ആരംഭിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് കൂട്ടിക്കൽ SBI ജംഗ്ഷനിൽ സ്വകാര്യ കെട്ടിടത്തിൽ വിശാലമായ ട്രാവൽ ഏജൻസി ആരംഭിച്ചത്. 10ഓളം ജീവനക്കാരും എല്ലാ സജ്ജീകരണവുമുള്ള ഓഫീസ് സംവിധാനവുമായി ആരംഭിച്ച സ്ഥാപനം ഒറ്റനോട്ടത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായിരുന്നു വിസ വ്യാപാരം നടത്തിയിരുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇയാൾക്കുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.